നായർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, 50 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു ചിയാ സീഡും പച്ചപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു പച്ചപ്പാലെന്ന് എടുത്ത് പറയാൻ കാര്യം, ഒത്തിരി പേര് ഞാൻ ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞിട്ടും ഒരുപാട് ആൾക്കാർ വീഡിയോ കാണാതെ പിന്നെ അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടേക്കുന്നു. വാട്സപ്പിൽ വന്നതിന് എനിക്ക് കമൻറ്റ് ഇട്ടേക്കുന്നു, ശുഭ പച്ചപ്പാലാണോ തിളപ്പിച്ച പാലാണോ എന്നൊക്കെ ചോദിച്ചേക്കുന്നു. അപ്പോൾ അതാണ് എടുത്ത് പറയുന്നത് കേട്ടോ. പച്ചപ്പാലിനകത്താണ് സോക്ക് ചെയ്യാൻ വെക്കേണ്ട ചിയാ സീഡ്. അത് ഇന്നലെ ഇട്ട വീഡിയോയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് 55 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് ഉള്ള ഒരു സ്ഥിരം ഇടാൻ പറ്റിയ, എന്നും ഇടാൻ പറ്റിയ ഒരു പായ്ക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെയൊക്കെ കയ്യിൽ ഓയിലുള്ളതാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഓയിലുണ്ട് ശുഭേ, ഓയിൽ തേച്ച് കൈക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, കൈയൊക്കെ ഞൊറിഞ്ഞിരുന്നതാ. ഈ ഒരു ടൈമിൽ എന്ത് തേച്ചാലും ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ പച്ച വെളിച്ചെണ്ണയൊക്കെ തേച്ചുകൊണ്ടിരുന്നതാ, എൻ്റെ കൈക്ക് ഒരു മാറ്റവും ഇല്ലായിരുന്നു. ശുഭയുടെ ഓയിലും കൊണ്ട് കൈക്ക് ഒരുപാട് മാറ്റമുണ്ട്. കൈയുടെ ഫോട്ടോ ഒക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഒത്തിരി സന്തോഷം. അപ്പോൾ അങ്ങനെയുള്ളവരാണ് എൻ്റെ അടുത്ത് ഒരു പായ്ക്ക് അല്ലെങ്കിൽ ഒരു സിറം പോലത്തെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ, എന്ന് വിടാൻ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ടൈം ഇല്ലെങ്കിലും ഞാൻ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. ഇനി നമ്മുടെ വീഡിയോ ഇന്ന് ഒരു 11-11:30 ഒക്കെ ആകുമ്പോൾ നമ്മുടെ വീഡിയോ എന്നും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല വെയിൽ കേട്ടോ. നമ്മുടെ 2 ദിവസം ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അവിടെ നിങ്ങളുടെ അടുത്തും എല്ലാം മഴ. ഇന്നലെ നമ്മൾ ലൈവ് വന്നപ്പോൾ പെട്ടെന്ന് കറണ്ട് പോകത്തില്ല എന്നൊക്കെ, ഇവിടെ കറണ്ട് അങ്ങനെ പോകുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ പെട്ടെന്നൊരു കറണ്ട് പോക്ക്, പെട്ടെന്ന് തന്നെ കറണ്ട് വരികയും ചെയ്തു. പക്ഷേ വൈഫൈയോ നമുക്ക് ഓഫ് ആകുമല്ലോ പെട്ടെന്ന്. പിന്നെ ഒന്നും കൂടെ ലൈവ് വരാനായിട്ട് പിന്നെ ഒരു മടിയായി. അതുകൊണ്ടാണ് ഇന്നലെ ലൈവ് പിന്നെ വരാഞ്ഞത്. ഒത്തിരി പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ശുഭയെ കിട്ടുന്നില്ല, നെറ്റ് പ്രോബ്ലം എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം കൂടെ അങ്ങ് പറഞ്ഞത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, DTDCയിൽ നമ്മുടെ ഓയിൽ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ഓയിലെല്ലാം ഇന്ന് വരെയുള്ള ഓയിൽ എല്ലാവരുടെയും വിട്ടിട്ടുണ്ട്. എന്തെങ്കിലും മഴയുടെ പ്രശ്നം കൊണ്ടായിരിക്കും ഒത്തിരി പേര് വിളിച്ച്, ശുഭ ഓയിൽ ബുക്ക് ചെയ്യുമ്പോൾ 2-ാം ദിവസം അല്ലെങ്കിൽ 3-ാം ദിവസം കിട്ടുന്നതാണല്ലോ, ഇപ്പോൾ ദേ 4 ദിവസമായി 5 ദിവസമായി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും എനിക്ക് വാട്സപ്പിൽ വന്ന് പറയുന്നുണ്ട്. അത് മഴയുടെ പ്രശ്നം മൂലമായിരിക്കാം. ഇന്ന് മുതൽ നല്ല തെളിച്ച എല്ലായിടത്തും വന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നിപ്പോൾ DTDCയിൽ നിന്ന് 2-3 ആൾക്കാർ അംബികയാണോ എന്നൊക്കെ ചോദിച്ചു വിളിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവർ ഫ്രം നോക്കത്തില്ല. ഞാൻ ഫ്രം എന്നും പറഞ്ഞ് എൻ്റെ നമ്പർ ആ നമ്പറിലാണ് ചിലരൊക്കെ ഇങ്ങനെ DTDCയിൽ നിന്ന് വിളിക്കും കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് മനസ്സിലായി കുറേ ആൾക്കാരുടെയൊക്കെ അങ്ങ് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. 2-3 കോൾ എനിക്ക് വന്നു. അതുകൊണ്ടാണ്. അതൊക്കെ പോട്ടെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നും. അപ്പം വേറൊരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങളെല്ലാവരും എന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും ഞാൻ ഇങ്ങനെ പറയത്തില്ലായിരുന്നു. ഇപ്പം ഞാനിത് എല്ലാവരുടെ അടുത്തും വീണ് അപേക്ഷിക്കുവാണ്. ഒരു ചിലവില്ലാത്ത ഉപകാരമല്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. നിങ്ങൾക്കായിട്ട് നല്ല നല്ല ബ്യൂട്ടി ടിപ്സും നല്ല ഓയിലും എല്ലാം ഞാൻ തരുന്നതല്ലേ. അപ്പോൾ എനിക്ക് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 55 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കായിട്ട് നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോ കിട്ടാനും, നമ്മുടെ ഫേസിലെ ചർമ്മം ഡ്രൈ ആവാതിരിക്കാനും, നമ്മുടെ ഫേസിലെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ മാറാനും ഒക്കെയുള്ള നല്ല സൂപ്പറായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും. ഞാൻ മുന്നേ ഈ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്, എങ്കിലും ഇപ്പം ചോദിച്ചവർക്കായിട്ടാണ് ഈ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും കടയിൽ പോയി ഗ്ലിസറിൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ എടുത്ത് നമ്മുടെ ഫേസിലിടാനുള്ള ഗ്ലിസറിനാണെന്ന് പറയണം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഗ്ലിസറിൻ എന്ന് പറയണം. പിന്നെ റോസ് വാട്ടർ എല്ലാവരുടെയും കൈ കാണുമല്ലോ, നല്ലൊരു റോസ് വാട്ടർ വാങ്ങിക്കുക. പിന്നെ ഒരടപ്പ് ഗ്ലിസറിനായി എടുക്കുന്നെങ്കിൽ 2 അടപ്പ് റോസ് വാട്ടർ. ആ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു മിശ്രിതം കുറേ നേരം ഇങ്ങനെ മസാജ് ചെയ്യണ്ട. ഇത് തേച്ചിട്ട് ഇങ്ങനെ നമ്മൾ പായ്ക്കുകളും ഫേഷ്യൽ മസാജുകളും ഒന്നും, ഓയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ മസാജ് ചെയ്യത്തില്ലേ ഫേസിലും കഴുത്തിലൊക്കെ, അതുപോലെ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അത് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന്, എന്നാൽ മാത്രമേ സിറം പോലെയാണിത്, എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിലേക്ക് നല്ലതുപോലെ അബ്സോർബ് ആകത്തുള്ളൂ കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ കിടക്കാൻ നേരം സന്ധ്യ കഴിഞ്ഞേ ഇതിടാവുള്ളൂ. സിറമൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ മാത്രമേ, വെയിലത്തൊന്നും
വാരി ഇതൊന്നും തേച്ചേക്കല്ല, സന്ധ്യ കഴിഞ്ഞ് ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ. പിന്നെ അതിൻ്റെ മിച്ചം കൊണ്ട് കയ്യിലോട്ടും ഒക്കെ തേച്ച് കൊടുത്ത് ഒരു കുഴപ്പമില്ല. ഡ്രൈനെസ് മാറിക്കിട്ടും. ഡ്രൈനെസ് മാറിക്കിട്ടി എന്താ വരുന്നത്? കൊളാജൻ പ്രവർത്തനം കൂടും, നമ്മുടെ സ്കിന്ന് നല്ല യങ്ങാവും, സ്കിന്നിനെ ഒരു ടൈറ്റ് ആക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ഉള്ളത്. അപ്പോൾ ഈ 55 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ളവർ തന്നെ ഇടണമെന്നൊന്നുമില്ല. ഒരു 30 വയസ്സിന് മേലോട്ടുള്ളവർക്കും ഇത് ഇടാം കേട്ടോ. കാരണം നല്ലതായിട്ട് നമ്മുടെ സ്കിന്നും കഴുത്തും നമ്മുടെ കൈയും ഒക്കെ നമ്മൾ നോക്കുന്ന പോലെ മാത്രമേ ഇരിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ നല്ല ഭക്ഷണം, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, മഴക്കാലമായാലും വേനൽക്കാലമായാലും എല്ലാം ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. നമ്മുടെ സ്കിന്നിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കേട്ടോ വെള്ളം കുടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്തിട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, വെള്ളം ഇഷ്ടംപോലെ കുടിക്കണം. പിന്നെ ഈ ഗ്ലിസറിനും റോസ് വാട്ടറും എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇട്ടുകൊണ്ട് കിടക്കുന്നതിനും 55 to 60 വയസ്സായ കാര്യമാണ് പറയുന്നത്, വേണമെങ്കിൽ ഫേസിൽ ഇട്ടുകൊണ്ട് കിടക്കുന്നതിനും കുഴപ്പമില്ല. പിന്നെ ഞാൻ വെളിയിലോട്ട് നോക്കുന്ന തുണിയൊക്കെ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2-3 ദിവസം പഴയ തുണികളൊക്കെ അത് ഞാൻ മഴ ചാറുന്നുണ്ടോയെന്നാണ് നോക്കിയത്. എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം വേണമെങ്കിൽ ഇട്ടുകൊണ്ട് കിടക്കുന്നതിന് കുഴപ്പമില്ല, രാവിലെ കഴുകിക്കളഞ്ഞാൽ മതി. അതല്ല ഇട്ടുകൊണ്ട് കിടക്കാൻ താല്പര്യമില്ല എങ്കിൽ കഴുകിക്കളയുന്നതും കൊണ്ടും കുഴപ്പമില്ല. ഒരു മണിക്കൂർ നമ്മുടെ സ്കിന്നിലിരുന്നാൽ മതി, നമ്മുടെ സ്കിന്നിലേക്ക് ഇത് ആഴ്ന്നിറങ്ങി പൊക്കോളും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റും, സ്കിന്നിനെ നല്ല ഒരു എന്താ പറയുന്നത് ഒരു നോർമൽ സ്കിന്നിലേക്ക് നമ്മുടെ സ്കിന്നിനെ കൊണ്ടുവരും. അത്രയ്ക്ക് ശക്തിയുള്ളൊരു കാര്യമാണ് ഗ്ലിസറിനും റോസ് വാട്ടറും. പിന്നെ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഒരു ചേച്ചിയാണോ അമ്മയാണോ 74 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈ ഒരുപാട് ഇങ്ങനെ ഞുറിഞ്ഞ ശുഭയുടെ ഓയിൽ എൻ്റെ മോളാണ് സജസ്റ്റ് ചെയ്തത്. ഇങ്ങനെ കയ്യെ 2 ആഴ്ച തേച്ചതേ ഉള്ളൂ, കൈ നല്ല സോഫ്റ്റായി, കൈക്ക് നല്ലൊരു മാറ്റം വന്നു. കൈ കുറച്ച് വണ്ണം കൂടെ വെച്ചോന്ന് തോന്നുന്നു പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡ്രൈനെസ് അനുഭവിക്കുന്നവർക്ക് എൻ്റെ ഓയിൽ സൂപ്പറാണ് കേട്ടോ. പിന്നെ കരിമങ്കല്യം, കറുപ്പ് പോലുള്ള കാര്യങ്ങളെല്ലാം മാറും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലാ വീഡിയോയിലും എൻ്റെ ഓയിലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലും വാട്സപ്പിൽ വന്ന് ഓയിൽ വേണം എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇത് എന്തിനുള്ളതാ, ഇത് തേച്ചാൽ എന്താണ് ഗുണം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർ ഒരുപാട് പേരിനോട്. എനിക്കറിയാം എൻ്റെ വായിൽ നിന്ന് വെറുതെ കേൾപ്പിക്കാൻ വേണ്ടി ആയിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോൾ ആരോടും അങ്ങനെ വാട്സപ്പിൽ പറഞ്ഞു കൊടുക്കുന്നില്ല, കാരണം എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഈ വീഡിയോയിലാകുമ്പോൾ നിങ്ങളെല്ലാവരും കാണുമല്ലോ, അതുകൊണ്ടാണ് ഓയിലിൻ്റെ കാര്യം മറ്റ് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കൂടെ അങ്ങ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നലെ ലൈവ് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ കറണ്ട് പോയി കേട്ടോ. നിങ്ങളെല്ലാവരും കറണ്ട് പോയി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ അങ്ങനെ കറണ്ട് പോക്കില്ലായിരുന്നു. കറണ്ട് പോയാലും പെട്ടെന്ന് കറണ്ട് വരും കേട്ടോ. പക്ഷേ ഇത് പോയിട്ട് ഒരു 3 മിനിറ്റ് അതപ്പോഴത്തേനും പിന്നെ എനിക്ക് മടിയായി വീണ്ടും. അപ്പോൾ വൈഫൈ ഇതായല്ലോ, പിന്നെ എനിക്ക് ലൈവ് വരാനൊരു മടിയായി കേട്ടോ. അപ്പോൾ ഞാൻ വാട്സപ്പിൽ കണ്ടു, ശുഭേ നെറ്റ് പ്രോബ്ലം ആണോ, നെറ്റ് ഇഷ്യൂ ആണോ, ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല, ശുഭേ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂകാംബിയെ പോയ പേരെന്താ സുധാസോമൻ എന്നല്ല, അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് കാര്യമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാം. വൈകിട്ട് ഒത്തെങ്കിൽ ലൈവ് വരാം. അപ്പോൾ ബൈ.